മൂവാറ്റുപുഴയിൽ മുൻ നഗരസഭാ ഭരണസമിതിയുടെ കാലത്ത് നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം കഴിഞ്ഞ ആധുനിക മത്സ്യമാർക്കറ്റ് നാശത്തിന്റെ വക്കിൽ. കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിൽ നിന്നുള്ള 2,40,00,000, മുൻ മൂവാറ്റുപുഴ എംഎൽഎ ജോസഫ് വാഴക്കന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 45 ലക്ഷം, മുനിസിപ്പൽ ഫണ്ട് എന്നിവ ഉൾപ്പെടെ 3 കോടി രൂപയോളം ചിലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ഫിഷ് മാർക്കറ്റ് കാലമിത്രയുമായിട്ടും വ്യാപാര ആവശ്യത്തിന് തുറന്നുകൊടുക്കാത്തത് വൻ അഴിമതിയാണെന്ന് ആരോപണം. എംസി റോഡിൽ പേഴയ്ക്കാപ്പിള്ളിയിൽ പുളിഞ്ചുവട് കവലയിൽ നിലവിൽ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ഫിഷ് മാർക്കറ്റിനെ സഹായിക്കാനാണ് നഗരസഭ സ്വന്തം ഉടമസ്ഥതയിലുള്ളതും കോടികൾ സർക്കാർ ഖജനാവിൽ നിന്ന് ചിലവഴിച്ച ആധുനിക ഫിഷ് മാർക്കറ്റ് തുറന്നുകൊടുക്കാത്തത് എന്നുള്ള ആരോപണവും ശക്തമാണ്. നിലവിൽ എംസി റോഡിലുള്ള ഫിഷ് മാർക്കറ്റ് വേണ്ടത്ര സൗകര്യമില്ലാത്തതും അതുവഴി പോകുന്ന വാഹനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു പ്രധാന റോഡിൽ ട്രാഫിക് തടസ്സപ്പെടുത്തുന്ന ഈ മാർക്കറ്റ് ഏതാനും സ്വകാര്യ വ്യക്തികളുടെയാണ്. സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നഗരസഭാ ഭരണസമിതി സർക്കാരിന്റെ കോടികൾ നഷ്ടമാക്കിയെന്ന് മാത്രമല്ല, നഗരസഭയ്ക്ക് ലഭിക്കേണ്ട ലക്ഷക്കണക്കിന് രൂപ വാടക വരുമാനം ഇല്ലാതാക്കുന്നു. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട പഞ്ചായത്തിന്റെ ആരോഗ്യ വിഭാഗത്തിന്റെ വലിയ വീഴ്ചയും വിമർശനം വിളിച്ചുവരുത്തുന്നു. നാട്ടിൽ ഒരു സാധാരണ മീൻകടയ്ക്ക് ലൈസൻസ് ലഭിക്കാൻ പോലും നിരവധി നിയമപ്രശ്നങ്ങളുണ്ടാകുമ്പോഴാണ് മീൻ മാർക്കറ്റിലെ വെള്ളം ഉൾപ്പെടെ എംസി റോഡിൽ ഒഴുകുന്ന സാഹചര്യത്തിൽ ട്രാഫിക് തടസ്സമുണ്ടാക്കിക്കൊണ്ട് ഒരു സ്വകാര്യ ഫിഷ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. റോഡ് കയ്യേറിയുള്ള കച്ചവടക്കാരുടെ നടപടി മൂലം നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും ആളുകൾ മരണപ്പെടുകയുമുണ്ടായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് മുൻപ് നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട്. നഗരസഭാ സ്റ്റേഡിയത്തിന് സമീപമുള്ള ആധുനിക ഫിഷ് മാർക്കറ്റ് പരിസരം നിലവിൽ കാടുപിടിച്ച് വെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥയാണ്. അവിടെ സ്റ്റേഡിയം നിർമ്മാണത്തിന് വന്നിരിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ തികച്ചും വൃത്തിഹീനമായ സാഹചര്യത്തിൽ താമസിപ്പിച്ചിരിക്കുന്നു. ഇത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ സമയത്ത് നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ അനാസ്ഥയാണ്. നാടെങ്ങും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് നഗരസഭയുടെ മൂക്കിന് തുമ്പത്ത് ഇത്തരത്തിലൊരു സാഹചര്യമുള്ളത്. മുൻ എംഎൽഎ ജോസഫ് വാഴക്കന്റെ കാലത്ത് തുടങ്ങിവെച്ച പദ്ധതി പിന്നീട് വന്ന എംഎൽഎമാരായ എൽദോ എബ്രഹാം, മാത്യു കുഴൽനാടൻ എന്നിവരുടെ ഭാഗത്തുനിന്ന് വേണ്ട ശ്രദ്ധ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ചർച്ചാവിഷയമാണ്. നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിച്ച് സർക്കാരിന്റെ കോടികളും നഗരസഭയുടെ ലക്ഷക്കണക്കിന് വരുന്ന വാടക വരുമാനവും നഷ്ടമാക്കാതെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുള്ള നിലപാട് നിലവിലുള്ള നഗരസഭാ ഭരണ നേതൃത്വം എടുക്കുമെന്നുള്ള പ്രത്യാശയോടെ ജനങ്ങളും